ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ, സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസറാണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയുണ്ടായെന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് മോശമാണ്. ബ്രസ്റ്റ് ചെയ്യുന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബിനോട് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നത്. കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം കീമോ എന്താണെന്നും ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡോക്ടർ ഉടനെ പറഞ്ഞു. അതുപോലെ പല ട്രീറ്റ്മെൻറ്റുകളും അവർ വിശദീകരിച്ച് തന്നു. അപ്പോൾ അതിനൊക്കെ ഞാൻ വിധേയമാകണം. അപ്പം നിങ്ങൾക്കറിയാലോ, കുഞ്ഞു കൊച്ചാണുള്ളത്. ഞാനൊന്നും ആയിട്ടില്ല. എന്നെ ഒരുപാട് ശത്രുക്കളുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാനൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്നെ ചീത്ത പറയാൻ, അവൾക്ക് അങ്ങനെ വേണം, ചത്തൊടുങ്ങട്ടെ എന്നൊക്കെ ഒരുപാട് പേര് കമൻസ് ഇതിലും വരുമായിരിക്കും കമൻസ്. ഇനി ഈ വീഡിയോ ചെയ്യുമ്പോൾ നല്ല വിഷമമുണ്ട്, എന്നാൽ അതേപോലെ തന്നെ കുറച്ച് അഭിമാനമുണ്ട്. കാരണം എന്നറിയോ, ഇപ്പോൾ ഈ വീഡിയോ കണ്ടു, അതിൻ്റെ താഴെ വരുന്ന കുറേ കമൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കമൻസ് ഞാൻ നോക്കാറുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ എല്ലാവരും തന്നെ പുള്ളിക്കാരിയുടെ അസുഖം പെട്ടെന്ന് മാറട്ടെ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, നെഗറ്റീവ്സ് ഒന്നുമില്ല. പക്ഷേ അതിങ്ങനെ ഒരു അവസ്ഥ വരാൻ വേണ്ടി കാത്തു നിന്നോ അങ്ങനെ ഒരു പോസിറ്റീവ് മെസ്സേജ് മാത്രം ഇടാനായിട്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ ആരും വലിയ പെർഫെക്റ്റ് ഒന്നല്ല, ആരും വലിയ പെർഫെക്റ്റ് അല്ല. നമുക്ക് ഏത് സമയത്തും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല, ദൈവത്തിൻ്റെ ഹിതം പോലെയാണ് ഇതൊക്കെ സംഭവിക്കുക. അതായത് ലൈവായി നിന്ന നേരം അതിന് കുറേ ചീത്തയും തെറിയും പ്രാക്കും ഒക്കെ വിളിച്ച പല ആളുകളും ഉണ്ട് ഇതിൽ കുറേ കമൻസ് ആയിട്ട് വന്നിട്ടുള്ളത്, നല്ല കമൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ അഭിമാനം കൊള്ളൂ എന്ന് പറഞ്ഞില്ലേ, ഇന്ന് വരെ പുള്ളിക്കാരിക്ക് വേണ്ടി ഒരു നെഗറ്റീവ് വീഡിയോസും ഞാൻ ഇട്ടിട്ടില്ല. എൻ്റെ എല്ലാ വീഡിയോസും തന്നെ പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് തന്നെയായിരുന്നു ഞാൻ ഇട്ടത്. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് അഭിമാനത്തോടുകൂടി പുള്ളിക്കാരിക്ക് വേണ്ടി വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. വിഷമം സ്വാഭാവികമാണ് അത് കേട്ടപ്പോൾ. കാരണം എന്ന് വെച്ചാൽ സ്പ്രെഡായി, ഒരു കുട്ടിയുണ്ട്, എന്തോ മാനസികമായിട്ട് ഞാനും വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. ഈ പാവം ഈ പുള്ളിക്കാരിക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തിട്ട് എന്നെ വരെ തെറി വിളിച്ച ആൾക്കാരുണ്ട്, അറിയോ. ഇൻബോക്സിൽ എന്നെ വന്ന് തെറി വിളിച്ച ആൾക്കാരുണ്ട്, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടും മോശം പറഞ്ഞ ആൾക്കാരുണ്ട് പുള്ളിക്കാരിക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്തതിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഇനിയെങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കുക. നമ്മളൊരാൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിച്ചിരിക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ല, അവർ നമ്മളെ വ്യക്തിപരമായിട്ടൊന്നും അവർ നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവരെ വെറുതെ വിളിച്ച് തെറി വിളിക്കേണ്ട കാര്യം എന്താ? അവരൊരു സമൂഹത്തിന് ദോഷം ചെയ്യുന്നില്ല, അവരൊരു വർഗീയതയോ കാര്യങ്ങളോ പറഞ്ഞുണ്ടാക്കുന്നില്ല, ആൾക്കാരെ തമ്മിൽ തല്ലുപിടിപ്പിക്കുന്നില്ല. അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, പൈസയ്ക്ക് വേണ്ടി അവർ ജീവിച്ചു. അതിനായിരുന്നു ഈ പറഞ്ഞ ആളുകളൊക്കെ പുള്ളിക്കാരുടെ പുറകെ കൂടിയത്, തെറി വിളിച്ച് കൂടിയത്, അനാവശ്യം പറഞ്ഞു കൂടിയത്. ഇപ്പോഴോ സഹതാപ വാക്കുകൾ കുറേ. എന്നിരുന്നാലും തന്നെ എനിക്ക് ആ കമന്റ് ബോക്സ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒരുപാട് പ്രാർത്ഥനകൾ രേണുവിന് എല്ലാവരുടെ വകയുണ്ടാകും. എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ.